അങ്ങനെ സഞ്ജു ചേട്ടന്റെ ഒരുപാട് കഥകൾ നമുക്കുണ്ടായിരുന്ന, ഒരുപാട് എന്താ പറയുക, ഈ കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിച്ച് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് സഞ്ജു സാംസൺ ആയിരുന്നു IPL കളിക്കുന്ന സമയത്ത് ഏറ്റവും യങ് ഏജിൽ കളിക്കാൻ പോയെന്നുള്ളത്. അത് കറക്റ്റ് തന്നെയല്ലോ? ഏത് ഏജിലായിരിക്കും അത് പോയിട്ടുണ്ടാവാ? സഞ്ജുവിന്റെ IPL ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് സെന്റ് ജോസഫ് സ്കൂളിൽ 9-10 ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ സമയത്താണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ജൂനിയർ ടീമിന്റെ ആദ്യ സെലക്ഷൻ ട്രയൽസിൽ സഞ്ജു പങ്കെടുക്കുന്നത്. അപ്പോൾ സഞ്ജുവിൻ്റെ അച്ഛൻ സാംസൺ സാറ് പറഞ്ഞ അറിവനുസരിച്ച്, കാരണം തിരിച്ചു വന്നതിന് ശേഷം സഞ്ജുവിന് ആ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ജൂനിയർ ടീമിൽ സെലക്ഷൻ കിട്ടി ആദ്യത്തെ ചാൻസിൽ തന്നെ. പക്ഷേ കിട്ടുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ സഞ്ജുവിന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല. സഞ്ജുവും സാലിയും, സഞ്ജുവിൻ്റെ ചേട്ടൻ, രണ്ടുപേരും ഒരുമിച്ചാണ് ആ ട്രയൽസിൽ പങ്കെടുക്കുന്നത്, അതിൻ്റെ ജൂനിയർ ടീമിലേക്ക്. അപ്പോൾ സാംസൺ സാറ് പറഞ്ഞത് സഞ്ജു ഫസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചില്ല. രണ്ടാമത് സഞ്ജു വീണ്ടും അന്ന് സൗരവ് ഗാംഗുലിയുള്ള സമയമാണ്, വീണ്ടും അവരോട് ചെന്ന് പറയാണ് എനിക്ക് ഒരു ചാൻസ് കൂടി തരണം, ഞാൻ വീണ്ടും പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അന്നേ തന്നെ ആ യങ്ങറായിരുന്ന ആ സ്റ്റേജിൽ തന്നെ സഞ്ജുവിൻ്റെ ആ ഒരു ആത്മവിശ്വാസവും ഇനിയൊരു ചാൻസ് കിട്ടിയാൽ പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരിത് സഞ്ജുവിനെ അവർ ചൂസ് ചെയ്യുകയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയാണ് ആ സമയത്ത് ചെയ്തത്. ഇത് ഞങ്ങൾ സെൻറ്റ് ജോസഫ് സ്കൂളുകാർ വലിയ ആഘോഷത്തോടെയാണ് സ്വീകരിക്കുകയും സഞ്ജുവിന് വലിയ ഗംഭീരമായ ഒരു സ്വീകരണം തന്നെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നൽകുകയും ചെയ്തു. വേറൊരു കാര്യം അറിയോ, ഈ KKRന്റെ, അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ലൈസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് റോഹിൻ സാറ്. അത് എനിക്ക് കാര്യം എന്താ അറിയോ, ഇപ്പൊ സഞ്ജു അല്ലാതെ ഇപ്പൊ കൊൽക്കത്തയിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടല്ലോ, വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉള്ള ടീമാണ്. അപ്പൊ അവരോടൊക്കെ വർക്ക് ചെയ്തിട്ട് ഇപ്പോഴും അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടോ ഇപ്പൊ അതില്? തീർച്ചയായിട്ടും. ഞാൻ 2014 KKRന്റെ ലോക്കൽ ലൈസൺ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുൽദീപ് യാദവ്, സൂര്യകുമാർ യാദവ്, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, അതിൽ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന കുൽദീപ് യാദവ് തന്നെയാണ്. അദ്ദേഹം എപ്പോഴും ഈ ട്രിവാൻഡ്രത്ത് വന്നാലും അല്ലെങ്കിൽ ഈ ദുബായിൽ വന്നാലും ശരി, അദ്ദേഹം എൻ്റെ കൂടെ വരാറുണ്ട്, എൻ്റെ വീട്ടിൽ വരെ വന്നിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് ഒരുപാട് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ സഞ്ജു സാംസൺ ആയിരുന്നാലും ശരി, അദ്ദേഹവും വളരെ അടുത്ത് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സഞ്ജു സാംസൻ്റെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഒരു സംഭവം എനിക്ക് പറയാനുള്ളത്, 2024 വേൾഡ് കപ്പ് കഴിഞ്ഞ് അദ്ദേഹം ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ ഞാൻ ആ സമയത്ത് ദുബായിലായിരുന്നു. എൻ്റെ വൈഫ് എന്നെ വിളിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്ത് വെച്ച് എന്താ ചോദിച്ചു. അപ്പോൾ പെട്ടെന്നൊന്ന് അപ്സെറ്റ്, ഭയങ്കര ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പുള്ളി. സഞ്ജു സാംസൺ വന്നിരുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഗൂസ് ബമ്പിങ് ആണ്, മനസ്സിലാകുന്നുണ്ടോ? സഞ്ജു സാംസൺ എൻ്റെ വീട്ടിൽ ഒരു സാധാരണക്കാരനായ ഒരു വളർന്നു വരുന്ന ഒരു ജൂനിയർ ക്രിക്കറ്റ് താരത്തിൻ്റെ വീട്ടിൽ സഞ്ജു സാംസൺ വരികയാണ്. എന്തിനാന്ന് പറഞ്ഞാൽ എൻ്റെ മകന് അദ്ദേഹം കളിച്ചൊരു ബാറ്റ് സമ്മാനിക്കാനാണ് വരുന്നത്. ഇവിടെ നിൽക്കുന്ന ഓരോ കുട്ടികളും കണ്ടുപഠിക്കേണ്ട ഒരു ഭയങ്കര വലിയൊരു പാഠപുസ്തകമാണ് സഞ്ജു സാംസൺ. സത്യത്തിൽ എൻ്റെ മകൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അയാളാണ് അതിൻ്റെ മുൻപിൽ ഒരു പ്രചോദനം. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇന്ന് നമ്മൾ സഞ്ജു ചേട്ടൻ്റെ പേരിൽ ആഘോഷിച്ചു എങ്കിൽ ഇനി വരുമ്പോൾ ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് ഷോൺ റോജറിന്റെ പേരിൽ നമ്മൾ ആഘോഷിക്കും. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും അനുഗ്രഹം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സഞ്ജു സാംസൺ പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും നേടണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നൊരു ഉദാഹരണമാണ് സഞ്ജു സാംസൺ. അദ്ദേഹം പറഞ്ഞതുപോലെ നാളെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. ഇതിപ്പം നമ്മൾ ഷോന്റെ കാര്യം പറഞ്ഞത് ഹി സ്റ്റിൽ പ്ലേയിങ്, രഞ്ജി വരെ എത്തി. അപ്പൊ നമുക്ക് ഇനി ഉടനെ പ്രതീക്ഷിക്കാവുന്ന ഒരു പേരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഷോൺ റോജറിന്റെ പേര് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ നിൽക്കുന്ന ഓരോരുത്തരും ഞങ്ങളുടെ ഫ്യൂച്ചറാണ്. ഈ ജേഴ്സി മാറിയിട്ട് നമുക്ക് ഇന്ത്യയുടെ ജേഴ്സി ഇട്ട് ഇറങ്ങണ്ടേ? ഈ ഫോട്ടോ വന്നാലും നിങ്ങളുടെ ഓരോരുത്തരുടെ ഫോട്ടോ കാണണ്ടേ? യെസ്, ഞങ്ങൾക്കും അപ്പൊ പറയണത് ആ കുഞ്ഞ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്ലോറിൽ ഉണ്ടായിരുന്നാന്നു എന്നുള്ള ഞങ്ങൾക്ക് പറയാൻ സാധിക്കണം. അതുപോലെ നിങ്ങൾ എല്ലാവരും ഉഷാറാണ്. അപ്പം കളിച്ച് കിടിലായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുക. വേറെ കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഏഷ്യ കപ്പിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോൾ സഞ്ജു സാംസൺ എൻ്റെ മൊബൈലിൽ വിളിക്കുകയാണ്. ചേട്ടാ, അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വരെ തുറന്നു കൊടുക്കും. അറിയാമല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങൾ ഇന്ത്യയിലെ സ്റ്റേഡിയം വരെ തുറന്നു കൊടുക്കും. പക്ഷേ അയാൾ എന്നോട് വിളിച്ച് പറയാണ്, ചേട്ടാ എനിക്ക് വെട്ടുകാട് ഗ്രൗണ്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന്. സത്യം, ഇത്രയും ഡൗൺ ടു എർത്തായ ഒരു മനുഷ്യൻ ലോകത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, കഠിനാധ്വാനത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കത്തുള്ളൂ. സഞ്ജു സാംസനെ പോലെ, അതുപോലെ സച്ചിനെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ഷോർട്ട് കട്ട്. യു ഹാവ് ടു ഫോളോ ദ റൈറ്റ് റൂൾസ്. നേരെ നടക്കുക, നേരെ പോവുക. നിങ്ങൾ എവിടെയും എത്തിച്ചെല്ലേണ്ട സ്ഥലത്ത് ദൈവം നിങ്ങളെ കൊണ്ട് എത്തിക്കും.
അപ്പൊ ചേച്ചി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. പക്ഷെ ബൈ അല്ല ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് വൺ തിങ്. സഞ്ജു ചേട്ടാ, we love you. സഞ്ജു